എല്ലാവർക്കും ഗെയിമർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2020 ഇറങ്ങിയ ഗോസ്റ്റ് ഓഫ് സുഷിമ എന്നൊരു ഗെയിമിൻ്റെ സീക്വലായിട്ടുള്ള ഗോസ്റ്റ് ഓഫ് യൂട്ടായി ഈ ഒരു ഒക്ടോബർ 2 റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ ചേഞ്ചസ്, അപ്ഡേറ്റ്സ്, അത് കൂടാണ്ട് അതിൻ്റെ ഒരു ഗെയിം പ്ലേയുടെ ഒരു ഗ്ലിംസ് എല്ലാം അവർ ഓൾറെഡി അവരുടെ അതായത് പ്ലേ സ്റ്റേഷൻ്റെ ഇവൻ്റായ സ്റ്റേറ്റ് ഓഫ് പ്ലേയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ് ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ സോണി പ്ലേ സ്റ്റേഷൻ ഹോസ്റ്റ് ചെയ്യുന്നൊരു ഇവൻ്റാണ്. ആ ഒരു ഇവൻറ്റിൽ ഈ ഒരു ഗെയിമിൻ്റെ 20 മിനിറ്റ്സ് ഓഫ് ഈ ഒരു ഗെയിം പ്ലേയുടെ വീഡിയോസും അവർ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ യൂട്യൂബിലും അവൈലബിൾ ആണ്. സോ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 20 മിനിറ്റ്സ് ക്ലിപ്പിൽ നിന്നും നമുക്ക് എന്തൊക്കെ ഐഡിയാസ് ആണ്, എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് അവർ നൽകിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ 2 ഈ ഒരു ഗെയിമിൻ്റെ റിലീസ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റൊരു കാര്യങ്ങളെടുത്ത് പറയാനുള്ളൂ. അതായത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ പല വീഡിയോസും ഇടുന്നതായിരിക്കും. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. 2025 വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഗെയിമാണ് ഗോസ്റ്റ് ഓഫ് യോട്ടായി. അതിൻ്റെ മെയിൻ റീസൺ ഓഫ് കോഴ്സ് അതിൻ്റെ പ്രീക്വലായിട്ടുള്ള ഗോസ്റ്റ് ഓഫ് സുഷിമ എന്നൊരു ഗെയിം. ആ ഒരു ഗെയിമിൻ്റെ അതായത് ഗോസ്റ്റ് ഓഫ് സുഷിമ എന്നൊരു ഗെയിമിൻ്റെ സീക്വലാണെന്നുള്ളൊരു ഒറ്റ കാരണം മതി ഈ ഗെയിം എനിക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ വേണ്ടി. കാരണം ഞാൻ കളിച്ചതിൽ വെച്ചിട്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ ഒരു ഗെയിം തന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഒരു ഗെയിമിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഓൾറെഡി അതിൻ്റെ റിവ്യൂ എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. എൻ്റെ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതലാണ്. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഒരു ഗെയിം മീറ്റ് എന്നുള്ളത് നമുക്ക് കളിച്ച് കഴിയുമ്പോൾ നോക്കാം. നിങ്ങൾ ആരെങ്കിലും ഗോസ്റ്റ് ഓഫ് യൂട്ടായി കളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ ആയിട്ട് പറ്റുകയാണെങ്കിൽ ഗോസ്റ്റ് ഓഫ് സുഷിമയും കൂടി ഒന്ന് കളിക്കാൻ ശ്രമിക്കുക. ഇതൊരു സ്റ്റാൻഡ് അലോൺ ഗെയിം തന്നെയായിട്ടാണ് അവർ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റേത് കളിച്ച് കഴിഞ്ഞാലേ ഇത് നമുക്ക് മനസ്സിലാവുക എന്നൊന്നുമില്ല. സ്റ്റോറിയിലൊന്നും ചിലപ്പോൾ രണ്ടും തമ്മിൽ വലിയ കണക്ഷനും ഉണ്ടാവില്ല. അത് നമുക്ക് ആ ഗെയിം ഇറങ്ങി കളിച്ച് കഴിയുമ്പോഴാണ് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. ബട്ട് സ്റ്റിൽ ആ ഒരു ഗെയിം കളിക്കാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ഗെയിം അതിനുള്ളത് ഉണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലേ സ്റ്റേഷൻ 5 ഇപ്പോൾ ഒരു കളക്ടർ എഡിഷൻ പോലെ ഗോസ്റ്റ് ഓഫ് യൂട്ടയുടെ ഒരു എഡിഷനും കൂടി അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർ അങ്ങനത്തെ ഒരു എഡിഷൻ വാങ്ങിക്കുന്നുള്ളത്. ബട്ട് സ്റ്റിൽ പല യൂട്യൂബേഴ്സൊക്കെ വാങ്ങിക്കാറുണ്ട്. ഒന്നുമില്ല, പ്ലേ സ്റ്റേഷൻ്റെ കവറിന് അതിൻ്റെ ഒരു തീം പ്രിൻ്റ് അടിച്ച് വരും. അതുകൂടാതെ നമ്മുടെ കൺട്രോളറിലും ആ ഒരു തീം അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫേസ് ആയിട്ട് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഗോസ്റ്റ് ഓഫ് യൂട്ടയുടെ ടൈമിൽ നോക്കുകയാണെങ്കിൽ ഗോസ്റ്റ് ഓഫ് സുഷിമ കഴിഞ്ഞ് അറൗണ്ട് 329 ഇയേഴ്സിൻ്റെ ശേഷമാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. കറക്റ്റായിട്ട് വർഷം പറഞ്ഞു കഴിഞ്ഞാൽ 1603 ആ ഒരു ടൈം പീരീഡിലാണ് ഗോസ്റ്റ് ഓഫ് യൂട്ടായിലത്തെ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ പേര് പോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ വേൾഡും വരുന്നത് ജപ്പാനിലെ മൗണ്ട് യോട്ടായി എന്നൊരു സ്ഥലത്താണ്. ആ ഒരു സ്ഥലത്തെ വിഷ്വൽസും സീനറീസും ഒക്കെ നല്ല രസമായിട്ട് ഇതിൽ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. വിഷ്വൽസിൻ്റെ ഭാഗം പിന്നെ അവർ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. പിന്നെ ആ ഒരു സെയിം തീം തന്നെ ആയതുകൊണ്ട് തന്നെ അധികം എനിക്ക് അതിൽ വലിയ ഡിസപ്പോയിൻമെൻറ്റും നമുക്ക് എന്തായാലും വരില്ല. അതിൽ അത്യാവശ്യം ക്വാളിറ്റി കീപ്പ് ചെയ്യുക അവർ. ഇതിലെ സ്റ്റോറിയുടെ ഒരു വൺ ലൈനർ നോക്കുകയാണെങ്കിൽ തൻ്റെ ഫാമിലിയെ കൊന്ന ആൾക്കാരുള്ള ഒരു റിവെഞ്ച് ടിപ്പിക്കൽ ക്ലീശ സ്റ്റോറിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഗെയിമിൽ അങ്ങനെ ക്ലീശ സ്റ്റോറി എന്നുള്ളതില്ല. ഗെയിമിൽ അവർ എത്രത്തോളം ഗെയിം പ്ലേയിൽ ചേഞ്ചസ് വരുത്തുന്നു, എത്രത്തോളം നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നു, അതിലാണ് കാര്യം. ഇതിലെ മെയിൻ ക്യാരക്ടർ അറ്റ്സു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ ലീഡാണ്. മെയിൻ ക്യാരക്ടർ ഫീമെയിൽ ലീഡ് ആയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇവിടെ പറയണമെങ്കിൽ അത് പല അർത്ഥത്തിലും നിങ്ങൾ എടുക്കും. എങ്കിലും ഞാൻ പറയാം, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്കതിൻ്റെ പക്ക പേഴ്സണൽ ഒപ്പീനിയനാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗെയിമെല്ലാം കളിക്കുമ്പോൾ എനിക്ക് പൊതുവെ ഒരു ക്യാരക്ടറിനായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരും. ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് പൊതുവെ ഞാനൊരു മെയിൻ ക്യാരക്ടർ ഫീമെയിലായിട്ട് കളിക്കുമ്പോൾ അങ്ങനെ വരാറില്ല. അതായത് സബ് ക്യാരക്ടറോ അല്ലെങ്കിൽ സൈഡ് ക്യാരക്ടറോ വരുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ മെയിൻ ക്യാരക്ടർ നമ്മൾ പ്ലേ ചെയ്യുന്നൊരു ക്യാരക്ടർ ഫീമെയിലായിട്ട് വരുമ്പോൾ എനിക്ക് ആ ഒരു എന്തോ ഒരു പ്രശ്നം വരാറുണ്ട്. ഞാൻ പറഞ്ഞത് അത് പക്ക എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് കൂടുതൽ ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലർക്ക് ഫീമെയിൽ ലീഡ് കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് പക്ക എൻ്റെ ഒപ്പീനിയനാണ്. അത് ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഒരു സൈഡ് ക്യാരക്ടേഴ്സിനൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ടൈമിലും ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കുറേ ഫീമെയിൽ ഓഡിയൻസും ഉണ്ട് ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനൊരു ക്യാരക്ടറിനെ അവർ കൊണ്ടുവന്നത്. ഈ ഒരു കാണുന്നവരും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലത്തെ അഭിപ്രായം കൂടി എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഗെയിമിലോട്ട് വരാം. 16 വർഷം മുന്നേ തൻ്റെ ഫാമിലിയെ കൊന്ന യോട്ടായി 6 എന്ന് പറഞ്ഞൊരു ഗെയിം. ഓഫ് കോഴ്സ് യോട്ടായി 6 എന്ന് പറയുമ്പോൾ അതിൽ 6 മെയിൻ വില്ലൻസ് ഉണ്ടാവും. സോ അത്രയും പേരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് ഈ ഒരു ഗോസ്റ്റ് ഓഫ് യൂട്ടായി. ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ആ ഒരു ഗെയിം ഇറങ്ങി അത് കളിച്ചതിന് ശേഷം മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റുഡിയോ ആയിട്ടുള്ള സക്കർ പഞ്ച് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് പ്ലേയിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അവർ ഇതുവരെ ഇറക്കിയ ഗെയിമിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ പ്ലെയറിന് ഫ്രീഡം കൊടുക്കുന്ന ഒരു ഗെയിം ഈ ഒരു ഗെയിമാണ്. അതുപോലെ പല എലമെൻസും മറ്റു സാമ്പ്ര മൂവീസിൽ നിന്നും ഇൻസ്പയർ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയും അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ
അവസാനം ഞാൻ പറയുന്നുണ്ട്. എക്സ്പ്ലോറേഷൻ ഓൾറെഡി എനിക്ക് ഗോസ്റ്റ് ഓഫ് ട്സുഷിമ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിനേക്കാൾ മികച്ചൊരു എക്സ്പ്ലോറേഷനാണ് ഈ ഒരു ഗെയിമിൽ നിന്നാണ് അവർ പറയുന്നത്. അതിനൊപ്പം തന്നെ ഒരു മികച്ച ഓപ്പൺ വേൾഡ് എക്സ്പീരിയൻസ് കൂടി അവർ നമുക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലോർ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് പല പല എനിമീസിനെ മീറ്റ് ചെയ്യും. ആ എനിമീസിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം അവരെ ഇൻറ്ററോഗേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പല പല ക്ലൂസ് കിട്ടും. അതായത് പുതിയ പുതിയ അഡ്വഞ്ചറുകൾ അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ടുള്ള ഒരു സ്കിൽസ്, ഇതിന് വേണ്ടിയിട്ടുള്ള പല ക്ലൂസും നമുക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. ഇതിൽ പുതിയതായിട്ട് വന്നത് ഒരു എനിമി നമ്മളെ ആംബുഷ് ചെയ്യാനുള്ള സീനൊക്കെ ഉണ്ട്. അതൊക്കെ കൊള്ളാം. കൂടുതൽ മിഷൻസ് കളിക്കും തോറും നമ്മുടെ റെപ്യൂട്ടേഷൻ കൂടി കൂടി വരും. അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യണ എനിമീസ് അല്ലെങ്കിൽ നമ്മൾ തേടി വരുന്ന എനിമീസിൻ്റെ ലെവലും കുറച്ച് കൂടി വരും. ഇതിൽ പല പല ആൾക്കാരുടെ ബൗണ്ടി എല്ലാം കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ആ ഒരു മിഷൻസ് അക്സെപ്റ്റ് ചെയ്യാം. ആ ഒരു ബൗണ്ടി മിഷനെല്ലാം നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിവാർഡെല്ലാം കിട്ടും. ഈ ഒരു ഗെയിമിൻ്റെ ലാൻഡ്സ്കേപ്പ്, സീനറീസ്, വിഷ്വൽസ് നല്ല രസമായിട്ട് അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗോസ്റ്റ് ഓഫ് ട്സുഷിമത്തെ പല പല എലമെൻസും ഇതിലുണ്ട്. കാരണം ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു സീക്വലാണ്. അതിന് കുറേ എന്നല്ല, അതിൻ്റെ ഒരുവിധ എല്ലാ എലമെൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ് കുറച്ച് അപ്ഗ്രേഡും കൂടി ഇവർ വക ഈ ഒരു ഗെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പത്തെ ഗെയിമിലെ പോലെ തന്നെ ഒരു ഗോൾഡൻ ബേർഡിൻ്റെ സ്കീമൊക്കെ ഈ ഒരു ഗെയിമിലുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ബേർഡ് നമ്മൾ എടുത്തെങ്ങാൻ അപ്പിയർ ആവും. അപ്പോൾ അതിൻ്റെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്ലേസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്കില്ല് എന്തെങ്കിലുമൊക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റും. മാപ്പെല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പൈ ഗ്ലാസ് പറഞ്ഞ സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബൈനോക്കുലർ പോലത്തെ ഒരു സാധനം, നമുക്ക് ദൂരമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സൂം ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കുതിരപ്പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഫ്ലവർ സ്ട്രീം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ബെൽറ്റ് ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്നതിൻ്റെ അടുത്ത് കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി പോവുകയാണ് നമുക്കൊരു ബൂസ്റ്റ് കിട്ടും. അതായത് നമുക്ക് ഒന്നും കൂടി ഒരു സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു അപ്ഗ്രേഡ് ആണ്. വെപ്പൺസിൻ്റെ കാര്യത്തിലും ഈ ഒരു ഗെയിമിൽ നല്ലൊരു അപ്ഗ്രേഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 5 തരം വെപ്പൺസ് ആണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുക. കട്ടാന, സ്പിയർ, ടറഗാമ, അഡോച്ചി. അത് രണ്ടും എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഒരു ഡുവൽ സോഡും. മുന്നത്തെ ഗെയിമിൽ ഓരോ എനിമീസിനും ഓരോ സ്റ്റാൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ ഓരോ എനിമീസിനും ഡിഫറെൻറ്റ് വെപ്പൺ. സോ എനിമീസ് അനുസരിച്ചിട്ട് വെപ്പൺസ് സ്വിച്ച് ചെയ്യാം. മുൻപത്തെ ഗെയിമിലെ പോലെ നമ്മൾ സാമുറായി ആയിട്ടല്ല ഫൈറ്റ് ചെയ്യുന്നത്. അതായത് പിന്നീട് നമ്മൾ ഗോസ്റ്റ് ആയിട്ട് മാറുമെങ്കിലും അതിൽ തുടക്കം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഒരു സാമുറായി ആയിട്ടാണ്. എന്നാൽ ഇതൊരു മെർസനറി അല്ലെങ്കിൽ ഒരു റിവെഞ്ചിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും എന്നൊരു മെയിൻ ക്യാരക്ടറായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഇത് കാണിച്ചിരിക്കുന്ന ഒരു വെപ്പൺസും അതിൻ്റെ ഒരു കോമ്പാക്ട് സ്റ്റൈലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. അത് ഈ കളിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതലായിട്ടുള്ളൊരു ഇൻഡെപ്തായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ചില എനിമീസിൽ നിന്ന് അടി വാങ്ങിക്കുമ്പോൾ നമ്മുടെ വെപ്പൺസ് നമ്മളിൽ നിന്ന് വീണ് പോകും. അതായത് നമ്മൾ ഡിസാമായി പോകും. അതുപോലെ തന്നെ ചില എനിമീസിനെ നമുക്കും ഡിസാം ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞ 5 വെപ്പൺസ് കൂടാണ്ട് 2 ലോങ് റേഞ്ച് വെപ്പൺസും കൂടി ഉണ്ട്. അതായത് ഒരു ബോയും ഒരു ഗണ്ണും. ബോ ഓൾറെഡി നമ്മൾ മുന്നത്തെ ഗെയിമിലും കണ്ടിട്ടുണ്ട്, പക്ഷേ ഗണ്ണ് പുതിയതാണ്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് 7 വെപ്പൺസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് ജേണിയെല്ലാം പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെറ്റായിട്ടൊരു വോൾഫിനൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെറ്റായിട്ട് ആയിരിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഒരു ഫൈറ്റിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു കമ്പനിയൻ പോലെ ആയിരിക്കും. അതായത് മുന്നത്തെ ഗെയിമിൽ നമുക്ക് കുതിരയൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇതിൽ കുതിര ഓൾറെഡി ഉണ്ട്. അതിന് കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് ഒരു വോൾഫും കൂടിയും അങ്ങനെ സ്കീമിലായിരിക്കും ഇവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതും നമുക്ക് എന്തെങ്കിലും കളിക്കുമ്പോൾ നോക്കാം. നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലത്ത് നമുക്ക് ക്യാമ്പ് ചെയ്ത് അവിടെയൊക്കെ താമസിക്കാം. അവർ പറഞ്ഞ പോലെ പ്ലെയറിന് കൂടുതൽ ഫ്രീഡം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ എലമെൻറ്റ്സ് എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ടാവുക. റെസ്റ്റ് എടുക്കുന്ന സമയത്തും എന്തെങ്കിലും ട്രാവലിംഗ് മെർച്ചൻസ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. അതിനുവേണ്ടി പ്രത്യേകം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ തന്നെ പോയിട്ട് വാങ്ങിക്കണമെന്നൊന്നുമില്ല. അത് എത്രത്തോളം സാധനങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഗെയിം മെനുവിൽ വോൾഫ് പാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ഫ്രണ്ട്സിനും അലൈസിനും ഒക്കെ ലിസ്റ്റൊക്കെ കാണാൻ പറ്റും. അവരും നമ്മൾ ഇങ്ങനെ വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഓരോ അപ്ഗ്രേഡ്സ് എല്ലാം നൽകും. അത് ഇഷ്ടമുള്ളവരെ നമുക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്യണോ അത് അവർ ഓട്ടോമാറ്റിക്കായിട്ടാണോ വരിക എന്നുള്ളതും ഗെയിം കളിക്കുമ്പോൾ അറിയാം. ഡിഫറെൻറ്റ് വെപ്പൺസിന് ഡിഫറെൻറ്റ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. വെപ്പൺസിന് മാത്രമല്ല നമ്മുടെ കോസ്റ്റ്യൂം ആയാലും അത് ഓൾറെഡി നമുക്കറിയാം മുന്നത്തെ ഗെയിമിനെ പോലെ തന്നെ. പിന്നെ എനിക്ക് നന്നായി തോന്നിയത് ഇതിൽ ജപ്പാനീസ് ഓഡിയോ വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് മുന്നത്തെ ഗോസ്റ്റ് ഓഫ് ട്സുഷിമയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മുന്നത്തെ ഗെയിമിൽ ലിപ്സിങ്ക് ഇംഗ്ലീഷിന് വേണ്ടി മാത്രമായിട്ടായിരുന്നു അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓഡിയോ മാറിയാലും അവർ ആ ലിപ്സിങ്ക് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടായിരിക്കും പോകും. ഇവിടെ ജപ്പാനീസ് ഓഡിയോയിൽ ജപ്പാനീസ് ലിപ്സിങ്കിലാണ് പോകുന്നത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുമ്പോൾ ലിപ്സിങ്ക് മാറുമോ എന്നുള്ളത് ഇവർ കറക്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. എനിക്കെന്തായാലും ജപ്പാനീസ് ലിപ്സിങ്കിൽ ജപ്പാനീസ് ഓഡിയോ പ്ലസ് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഈ ഒരു ഇതിൽ കാണാൻ അല്ലെങ്കിൽ കളിക്കാനാണ് എനിക്ക് മെയിൻ റീസൺ. ഞാൻ എനിമെല്ലാം കാണുന്ന ഒരാളാണ്. എനിമെല്ലാം ഞാൻ ഇംഗ്ലീഷ് സബ് പ്ലസ് ജപ്പാനീസ് ഓഡിയോയിലാണ് കാണാറ്. അതുകൊണ്ടായിരിക്കാം. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല.
ഇത് ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് എന്താ ഇഷ്ടമായി. അതായത് ജപ്പാനീസിൽ ഓഡിയോ, ജപ്പാൻ ലിപ്സിങ്ക് വിത്ത് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ. മുന്നത്തെ ഗെയിമിൽ ലിപ്സിങ്ക് കുറച്ചൊരു ആക്യുറേറ്റ് ആയിരുന്നില്ല. എന്നാൽ ഇവിടെ വരുമ്പോൾ ഈ ഒരു വീഡിയോയിലെല്ലാം ഒരു നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. മുമ്പത്തെ ഗെയിമിലെ പോലെ തന്നെ ഇതിലും ഒരു കുറസാവ മോഡ് ഉണ്ട്. കുറസാവ മോഡ് എന്താണെന്ന് വെച്ചാൽ, ഈ കുറസാവ എന്ന് പറഞ്ഞാൽ ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളിയുടെ മെയിൻ എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഫിലിം എടുക്കാന്നുള്ളതാണ്. പുള്ളിയുടെ ഒരു ഫിലിം മേക്കിംഗ് ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത് കൂടാണ്ട് വേറെ 2 ഡയറക്ടറും കൂടിയും ഈ ഒരു ഗോസ്റ്റ് ഓഫ് യൂട്ട എന്നൊരു ഗെയിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് തക്കാഷി മിക്കെ. ഇയാളുടെ ഫിലിംസ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇയാളുടെ വർക്ക് എങ്ങനെയൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇയാൾ ഇതിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് മെയിനായിട്ട് റോ ഇന്റൻസ് ഫൈറ്റിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അത് ക്ലോസ് കോമ്പാക്റ്റ് ഒക്കെ നല്ല മികച്ചതാക്കാൻ വേണ്ടിയിട്ടാണ്. മഡും ചോരൊക്കെ തെറിക്കണത്, അത് ക്ലോസ് കോമ്പാക്റ്റിൽ ഇതൊക്കെ തെറിക്കണതൊക്കെ നല്ല റിയലിസ്റ്റിക്സ് ആയിട്ട് വിഷ്വലി നല്ല രസമായിട്ടാക്കാനാണ് ഇയാൾ എടുത്തേക്കുന്നത്. അടുത്തത് ഷിനിച്ചിറോ വട്ടനാബെ. അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നുണ്ട് ആ ഒരു പേര് വായിക്കാം. ഇയാളൊരു ലെജൻഡറി ഡയറക്ടർ. കാരണം ഇയാൾ പല വർക്കും ഞാൻ കണ്ടിട്ടുണ്ട്. കൗബോയ് ബീപോപ്പ്, സാമുറായ് ഷാംബ്ലൂ, ടെറർ ഇൻ റെസണൻസ്, കൂടാണ്ട് 2025 ലെസോർ, ഇതിന്റെ എല്ലാം ഡയറക്ടറാണ് ഇദ്ദേഹം. ഈ ഒരു എനിമ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിമേഴ്സ് ആണ്. എസ്പെഷ്യലി ആ ഒരു സാമുറായ് ഷാംബ്ലൂ ഒക്കെ ആളിലേക്ക് മെയിനായിട്ട് കൊണ്ടുവന്നേക്കുന്ന ലോ ഫൈവ് ബീറ്റ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മെയിനായിട്ട് ഒരു എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ കോമ്പാക്ട് സീൻസിലൊക്കെ ഒരു ലോ ഫൈവ് ബീറ്റ്സ് ഒക്കെ ആ ഒരു ഗെയിമിലെ ഒരു വൈബ് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എനിമ എല്ലാം കണ്ടവർക്ക് അറിയാം ആളൊരു റേഞ്ച് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഭാഗം എന്തായാലും കിടിലനായിരിക്കും ഈ ഒരു ഗെയിമിൻ്റെ. എൻ്റെ ഒരു വീഡിയോ കാണുന്തോറും എൻ്റെ കയ്യിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ വിഷ്വൽസ് ആണ്. ഒരു രക്ഷയില്ല, ഇത്ര രസമായിട്ടാണ് അവർ ഇതിൻ്റെ വിഷ്വൽസ് ചെയ്തേക്കുന്നത്. മുന്നത്തെ ഗെയിമിലും എന്നെ പിടിച്ചെടുത്തിയത് ഇതിൻ്റെ ഒരു വിഷ്വൽസ് ആണ്. ഈ വിഷ്വൽസ് കാരണമാണ് ആ ഒരു വേൾഡ് മൊത്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഇത് ഫാസ്റ്റ് ട്രാവലൊന്നും ഉപയോഗിക്കില്ല, ഫുള്ള് നമ്മളിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവുക. ഈ ഗെയിമിലോട്ട് വരുമ്പോൾ മറ്റേതിനേക്കാൾ മികച്ച വിഷ്വൽസ് ആണ് ഇവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓരോ സീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എടുത്തെടുത്ത് പറയാനുണ്ട്. പക്ഷെ അത് നമുക്ക് ആ ഗെയിം കളിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചിട്ട് വിഷ്വൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്താം. പിന്നെ ഇതിൽ പല കാര്യങ്ങളും ഞാൻ വിട്ടുപോയിട്ടുണ്ട്, കാരണം എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് അല്ലാന്ന് തോന്നിയ പല കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അത് കൂടാണ്ട് ഗോസ്റ്റ് ഓഫ് സുഷിമത്തെ ഒട്ടുമിക്ക എലമെന്റ്സും അവർ ഇതിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. അതൊരു മോശം കാര്യമൊന്നുമില്ല, അവരുടെ ഗെയിമാണ്, അതിൻ്റെ ഒരു സീക്വലാണ് റിലീസ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് ആ ഒരു ഗെയിമിൻ്റെ നല്ല എലമെന്റ്സ് എല്ലാം ഇതിലേക്കും കൊണ്ടുവരണം. അങ്ങനെ കേരി ഓവറായി വന്ന പല എലമെന്റ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ റിലീസ് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ് ഈ ഒരു ഗെയിം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എത്ര പേര് ഈ ഒരു ഗെയിം വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് ഇത് പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ട്, അവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അത് കൂടാണ്ട് ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ആ ഒരു ഗെയിമിൻ്റെ റിലീസിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂവും അത് കൂടാണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഗ്ലിംസൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും. അതിനൊക്കെ മുന്നായിട്ട് ഇത് കാണുന്ന എല്ലാവരും ഈ ഒരു ചാനലൊന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.